ഇങ്ങനെ പറഞ്ഞ് അമ്മയെ പറ്റിയും ഈശോയെ പറ്റിയും പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ നടന്ന് എൻ്റെ വീട് വരെ എത്തി. ഞാൻ നോക്കിയപ്പോൾ ഒരു 5 കിലോമീറ്ററോളം ഞാൻ നടന്നിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഇന്ന് വരെയും അങ്ങനെ എനിക്ക് നിന്നാൽ തന്നെ നീര് വീണ ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് നീര് വീണ ഒരു ശരീരമാണ്. അപ്പോൾ നീര് അതുപോലെ തന്നെ എനിക്ക് നടക്കാൻ ഇതൊന്നും എന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന്. ഞാൻ ഓർത്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് കാലുവേദന ഉണ്ടാവുമെന്ന് ഓർത്തു. പക്ഷേ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രഷായി. അപ്പോൾ ഈ നടന്ന് വരുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊരു ട്രയലാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അമ്മ അങ്ങനെ പറഞ്ഞത്. വീട്ടിൽ വന്ന് ഞാൻ ഫോൺ എടുത്ത് ഫ്രഷ് ആയി കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പം എനിക്ക് വരണതെല്ലാം അഖണ്ഡ ജപമാലയുടെ റാലിയുടെ ഷോർട്ട് വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ്. അപ്പം ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ അടുത്ത് പറയണത് റാലിയുടെ കാര്യമാണ്. നമ്മൾ പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഈ ജപമാല റാലിയുടെ കാര്യമൊക്കെ അറിയണത്, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ് ഞാനും ഈ റാലിക്ക് പങ്കെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ എൻ്റെ ഡിസ്ക് ബൾജിങ്ങിൻ്റെ പ്രശ്നം ഇപ്പം എനിക്കില്ല. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ. സമയത്തിൻ്റെ മേലിൽ അധികാരമുള്ള മാതാവ് എൻ്റെ ഈ രോഗങ്ങളെല്ലാം എടുത്തു മാറ്റി. ഇനി ഒരു രോഗസൗഖ്യം കൂടിയുണ്ട്. എനിക്ക് ഈ ഇവിടുത്തെ ഉമിനീര് ഗ്രന്ഥിക്ക് ജൂലൈയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ ഒരു സൈഡിൽ ഇവിടെ ഇങ്ങനെ ബൾജായി വന്നിട്ട് ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ എനിക്ക് നല്ല പനിയൊക്കെ വന്ന് നല്ല വേദന പെയിൻ കൊണ്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഉമിനീര് ഗ്രന്ഥിയിൽ ഇവിടെ പഴുപ്പ് ഈ ക്യാവിറ്റിയിൽ വന്ന് കെട്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ 5 ദിവസത്തേക്ക് ഡോക്ടർ മരുന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു 5 ദിവസം മരുന്ന് തന്നെങ്കിലും 3 ദിവസം നോക്കിയാൽ മതി, 3 ദിവസത്തേക്കുള്ളിൽ ഇരിക്കരുത്, കുറഞ്ഞില്ലെങ്കിൽ അപ്പോൾ തന്നെ വരണം, അഡ്മിറ്റ് ആവണം, ഈ പഴുപ്പ് ഇവിടെ നിന്ന് കുത്തിയെടുത്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ അവിടെ നിന്ന് ഗാർഗിൾ ചെയ്യാനായിട്ട് ഡോക്ടർ മരുന്ന് വന്നെങ്കിലും എനിക്കത് വോമിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഞാൻ അമ്മയുടെ ഉടമ്പടി ഉപ്പിട്ടിട്ട് ഞാൻ ഗാർഗിൾ ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായി 2-3 ദിവസത്തിന് മുന്നേ തന്നെ എനിക്ക് പെയിൻ അങ്ങ് കുറഞ്ഞു, പനി കുറഞ്ഞു. ഇവിടുത്തെ ഈ ബൾജ് ചെയ്തിരിക്കുന്നത് പതുക്കെ കുറയാൻ തുടങ്ങി. ആ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞായിരുന്നു, ലാസ്റ്റ് രോഗസൗഖ്യത്തിൽ പറഞ്ഞു ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്, ഉമിനീര് ഗ്രന്ഥി കറുത്ത് പ്രശ്നമായിട്ടിരിക്കണ ഒരു വ്യക്തിയെ. അപ്പം ഞാൻ മുട്ടയിൽ നിന്ന് ധ്യാനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇതെന്നെയാണോ പറയണം. അപ്പം അച്ഛൻ ഒരു കാര്യവും കൂടി അടയാളം പറഞ്ഞു, അതൊരു സ്ത്രീയാണെന്ന്. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചു കർത്താവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തിയാണെന്ന്. അതോടുകൂടെ എൻ്റെ ഈ പഴുപ്പിൻ്റെ ഈ ഒരു പ്രശ്നം അതോടെ മാറി. എനിക്ക് പിന്നെ കുത്തിയെടുക്കേണ്ട അവസ്ഥ ഒന്നും ഉണ്ടായില്ല. ഞാൻ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ചെന്ന് കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു.